ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ചലച്ചിത്ര പിന്നണി ഗായകൻ, ആകാശവാണിയിലെ ലളിതഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ പാട്ടുകാരൻ, സ്റ്റേജ് ഷോകളിലെ മിന്നും താരം എന്നിങ്ങനെ മലയാളിക്ക് സുപരിചിതനാണ് കെ നിഷാദ്. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ മ്യൂസിക് ട്രാക്കുകളും ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചവയാണ്. തന്റെ സംഗീത ജീവിതത്തെപ്പറ്റിയും അനുഭവങ്ങളെക്കുറിച്ചും ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു കെ നിഷാദ്. ഞാൻ ആദ്യം പാട്ട് പഠിക്കുന്നത് ചേളന്നൂർ സുകുമാരൻ ഭാഗവതർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ്റെ ഭാര്യയുടെ പിതാവാണ്. ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ അദ്ദേഹം ഒന്ന് പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നത്. പിന്നെ ഒരു ശിവൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പഠിച്ചു കുറച്ചു കാലം. പിന്നെ ശ്രീധരൻ മുണ്ടങ്ങാട് എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ പാലാ സി കെ രാമേന്ദ്രൻ സാറടുത്താണ് കൂടുതൽ കർണാട്ടിക് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് കോഴിക്കോട് ആയതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാനി, എൻ്റെ അച്ഛനൊക്കെ ഹിന്ദുസ്ഥാനി വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതിനൊരു കൃത്യമായി ടീച്ചറെ കിട്ടാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അച്ഛനെ ഇങ്ങനെ അന്വേഷിക്കുകയായിരുന്നു, ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് കോളേജൊക്കെ ആയ സമയത്ത് ഇങ്ങനെ അന്വേഷിച്ച് ഒരു അധ്യാപകൻ്റെ അടുത്തെത്തി. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഹാർമോണിയം പ്ലെയർ ആയിരുന്നു. പാട്ടിനേക്കാൾ കൂടുതൽ ഹാർമോണിയം പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പോയിരിക്കും. ഇരുന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, ചില ബന്ദിഷകളൊക്കെ പഠിപ്പിച്ചു തരും. നമ്മളിങ്ങനെ കേൾക്കും, പല ആളുകളുടെ കേൾക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കച്ചേരി കേൾക്കാൻ പോകും, ഉടുപ്പി പിന്നെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഓൾ നൈറ്റ് കച്ചേരികളുണ്ടാവും. അപ്പോൾ അത് കേൾക്കാൻ പോകും രാത്രിയും. അതായത് 7 മണിക്ക് തുടങ്ങിയ രാവിലെ 7 മണി വരെ അങ്ങനെ. അപ്പോൾ അങ്ങനെ വലിയ ആളുകളൊക്കെ പാടും, അങ്ങനത്തെ ലെജൻസ് ആയിട്ടുള്ള സിംഗേഴ്സ് വന്ന് പാടും ആ കച്ചേരികൾ. അപ്പോൾ ഉടുപ്പി, ബോംബെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ അത് കേൾക്കാനായിട്ട് മാത്രം പോകുമായിരുന്നു. സാറ് കൊണ്ടുപോകുമായിരുന്നു ബാംഗ്ലൂർ. പിന്നീട് ഒരു ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇങ്ങനെ പാട്ട് തന്നെ ഒരു വോക്കലിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണമല്ലോ. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ബാംഗ്ലൂരിൽ ദത്താത്രേയ വെലൻകാർ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത്. അപ്പോൾ സാറിൻ്റെ അടുത്താണ് ഹിന്ദുസ്ഥാനി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഭീംസെൻ ജോഷി സാറിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ആ ഒരു പരമ്പരയിലാണ് അദ്ദേഹം ഉള്ളത്. അത് അങ്ങനെ മറുഭാഗത്ത് കർണാട്ടിക് മ്യൂസിക് ഞാനിപ്പം പാലാ സാറിൻ്റെ ക്ലാസ്സിന് ശേഷം ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ കീഴിലാണ്. അങ്ങനെ ഇപ്പോഴും പഠനം ഇങ്ങനെ നടക്കുന്നുണ്ട്, പ്രാക്ടീസ് നടക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ പഠിക്കാനും ഇഷ്ടമാണ്, ഇങ്ങനെ കേൾക്കാനും പഠിക്കാനും കുറേയൊക്കെ ട്രൈ ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇവർ തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിന് പോയിരിക്കുമ്പോൾ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഭയങ്കര എനർജി തരും ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ 2-3 വർക്കുകൾ ആ ഒരു ക്ലാസ്സിൻ്റെ ഹാങ് ഓവറിലെ 2-3 വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ജലജബന്ധു എന്ന് പറയുന്ന പദം ഞാൻ ചെയ്തിട്ടുണ്ട്, അക്ഷരപരിതാപം. അത് ഇതേപോലെ സാറൊരിക്കൽ പാലാ സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഞങ്ങൾ പാലാ സാറിന് വിളിക്കുക, സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അയ്യോ ഇത് കൊള്ളാമല്ലോ, ഇതൊന്ന് റീവർക്ക് ചെയ്ത് നോക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിരുന്ന സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ അതിനെ വേറൊരു ടൈപ്പിലതിനെ കുറച്ച് മോഡേണാക്കി അതിങ്ങനെ കിടപ്പുണ്ട്, യൂട്യൂബിൽ കേൾക്കാൻ പറ്റും എല്ലാവർക്കും. ജലജ ബന്ധുഭൂമി ജലധീലണയുന്നു, ജലജ ബന്ധുഭൂമി ജലധീലണയുന്നു, മലയമാരുതമേറ്റു മമ മനമതിതരാംബത വിവശമായി സഖി, മലയമാരുതമേറ്റു മമ മനമതിതരാംബത വിവശമായി സഖി, അലർശര പരിതാപം ചൊൽവരിന്നളിവേണി പാണി ബാലേ. ദത്താത്രേയ സാറെടുത്ത് ക്ലാസ്സിന് പോയ സമയത്ത് മേഘ് എന്ന് പറയുന്ന രാഗം, അപ്പോൾ മഴയുടെ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ മഴയുടെ രാഗമാണ്. മേഘ് പാടിയ മഴ പെയ്യുന്നൊക്കെ പറയുന്നു, അറിയില്ല.
അപ്പോൾ ആ മേഘ് എന്ന് പറയുന്ന രാഗം പഠിപ്പിച്ച സമയത്ത് ഇതേപോലെ ആ ഒരു ഖയാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതേപോലെ എന്താ റീവർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. അതേപോലെ അത് റീവർക്ക് ചെയ്തു. ബർഖ ഋതു എന്ന് പറഞ്ഞിട്ടൊരു ബന്ദിഷാണ് അത്. അങ്ങനെ അതും കിടക്കുന്നുണ്ട് യൂട്യൂബിൽ, അത് കാണാം. ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഒരു എനർജി, ഒരു ഓക്സിജൻ പോലെയാണ് ഓരോ ക്ലാസ് എന്ന് പറയുന്നത്. ആ ഓരോ ക്ലാസ്സിന് പോകുമ്പോഴും നമുക്ക് തോന്നും, അയ്യോ ഇനി എനിക്ക് ഇരിക്കണം, പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നും. അങ്ങനത്തെ അതാണ് ഓരോ ഗുരുക്കന്മാർ നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ഇങ്ങനെ ഒരു എനർജി പകർന്നു തരും അവർ. അപ്പം അത് ഓരോ സമയത്തും ഭയങ്കര പോസിറ്റീവ് സംഭവമാണത്, ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത്. बरखार तू आए सावरिया, बरखार तू आए सावरिया, गरज गरज अब बरसन लागे, गरज गरज अब बरसन लागे, बरखा ऋतु आए सावरिया, बरखा ऋतु आए सावरिया. ചിത്രേച്ചി ഞാൻ പരിചയപ്പെടുന്നത് ഇതേപോലെ ഗന്ധർവ സന്ധ്യ, അതിൻ്റെ എനിക്ക് അവാർഡ് കിട്ടിയതിൻ്റെ അടുത്ത വർഷത്തെ ഗന്ധർവ സന്ധ്യയിൽ എന്നെ പാടാൻ വിളിച്ചു. ചേച്ചി ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ പാടാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നു. പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ കണ്ടെന്ന് പരിചയപ്പെട്ടു, അങ്ങനെ പോയി എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ എം ജയേന്ദ്രൻ സാറിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാലം അസിസ്റ്റ് ചെയ്തിരുന്നു, കുറേ പടങ്ങൾ. പെരുമഴക്കാലം മുതൽ കുറച്ച് കാലം പടങ്ങൾ അസിസ്റ്റ് ചെയ്തു, ചക്കരമുത്ത് വരെയുള്ള പടങ്ങൾ. അന്ന് എം ജയേന്ദ്രൻ സാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ചേച്ചിയുടെ സ്റ്റുഡിയോയിലാണ്, ചിത്രേച്ചിയുടെ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തത് ചെന്നൈയിൽ. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചേച്ചി പാടാനായിട്ട് അവിടെ വരും. ചില ജയേന്ദ്രൻ സാറിൻ്റെ പാട്ട് പാടാനും വരും, അല്ലാതെ വേറെ ചില കമ്പോസേഴ്സിൻ്റെ പാട്ടുകൾ പാടാനും അവിടെ വരും. അപ്പോൾ വരുമ്പോൾ കാണും, ഇങ്ങനെ സംസാരിക്കും. ചേച്ചിയുടെ ഹസ്ബൻഡ് വിജയൻ ചേട്ടനും അവിടെ സ്റ്റുഡിയോയിൽ എപ്പോഴും ഉണ്ടാവും. ചേട്ടൻ ഭയങ്കര പാട്ടിൻ്റെ ആരാധകനാണ്. ഒരുപാട് പാട്ടുകൾ ചേട്ടൻ പറഞ്ഞിട്ട് ഒരുപാട് പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ ഒരുപാട് പാട്ടുകൾ ചേട്ടൻ അറിയാം. നമ്മളൊന്നും കേൾക്കാത്ത എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് കുറേ പാട്ടുകൾ ഞാൻ പഠിച്ചത്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എന്നെ കൊണ്ട് പാടിക്ക് ഇടയ്ക്ക് അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചേട്ടൻ ചോദിച്ചു, ഇങ്ങനെ പ്രോഗ്രാം ഇങ്ങനെ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചിയുടെ കൂടെ കൂടുന്നത്. അത് 2006 ഒക്കെ ആണെന്നോ 4-6 ആ സമയത്താണെന്നോ അങ്ങനെ ചേച്ചിയുടെ കൂടെ കൂടിയതാണ്. ഇപ്പോഴും ചേച്ചിയുടെ കൂടെ ഉണ്ട്. മലയാളികൾക്കെന്ന് മാത്രമല്ല, എല്ലാ ഭാഷക്കാർക്കും അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് ചേച്ചി. അപ്പോൾ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ തെലുങ്ക്, കന്നഡ, അതേപോലെ തന്നെ മറ്റ് ഹിന്ദി, എല്ലാ ലാംഗ്വേജിലെ എല്ലാ ലാംഗ്വേജും ചേച്ചി പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ചേച്ചിക്ക് ഭയങ്കര ആരാധകരാണ്. എന്ന് വെച്ചാൽ അവരൊക്കെ വന്ന് കാലിൽ വീഴും, ദൈവത്തെ പോലെയാണ് ചേച്ചിയെ കാണുന്നത്. ആ ഒരു തലത്തിലേക്ക് അത്രയും ഹൈറ്റുള്ള ഒരാൾ ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് എങ്ങനെ എപ്പോഴും ഇരിക്കാൻ സാധിക്കുന്നു, അതാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് എപ്പോഴും ഇങ്ങനെയാണ് ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിയുടെ ഹൈറ്റിനെ പറ്റി ചേച്ചി ചിന്തിക്കാറില്ല, എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നതെന്നുള്ളത്. നമ്മളിടയ്ക്ക് നമ്മൾ ചിന്തിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ എപ്പോഴും ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളങ്ങനെ അറിയാണ്ട് ചിന്തിച്ചു. അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്, പക്ഷെ നമുക്ക് തോന്നില്ല, ഫീൽ ചെയ്യില്ല. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. എപ്പോഴും നമ്മൾ ഏതൊരു ഹൈറ്റിൽ നിൽക്കുമ്പോഴും എങ്ങനെ ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. ചേച്ചിയുടെ അടുത്ത് അത് മാത്രം പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ ആയിക്കോളും. ബാക്കി പാട്ടിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ചേച്ചി അത് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതൊരു ലെജൻഡ് സംഭവമാണ്. അതങ്ങോട്ടേക്ക് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അവർ ചെയ്തു വെച്ച വർക്കുകളൊന്നും നമുക്ക് ഇനി അങ്ങനെ ഒരു പാട്ടുകാരിയോ അങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവും, കാരണം അത്രയും കമ്പോസേഴ്സിൻ്റെ പാട്ടുകൾ അവർ പാടിയിട്ടുണ്ട്. മലയാളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുള്ള കമ്പോസേഴ്സിൻ്റെ. അപ്പോൾ അവരുടെ ഓരോ കൾച്ചർ അവർക്ക് കിട്ടിയിട്ടുള്ളത്, പാട്ടിൻ്റെ കൾച്ചർ, അതിനി ഒരാൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. അത് അത്രയും പാട്ടുകളും പാടിയിട്ടുണ്ട്. ഏകദേശം 20,000-ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. 20,000-ഓളം പാട്ട് പാടില്ലെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 6-7 പാട്ട് പാടണം, എന്നാലേ ഇപ്പോഴത്തെ കാലത്ത് അത്രേ എത്തുള്ളൂ. അപ്പോൾ അത് വേറെ ലെവൽ, അത് പറയാനേ വാക്കുകളില്ല. ശരറാന്തൽ തിരിനീട്ടവേ ഋതുവിൻ പരിമളമൊഴുകി നിശതൻ മൃദുലാളനമായി നീയുറങ്ങൂ. മതിലേഖ
കോഴിക്കോടിന് വേണ്ടി പാട്ട് ചെയ്തിട്ടില്ല. പക്ഷെ കണ്ണൂരുള്ള ഒരു സുഹൃത്ത് എഴുതിയൊരു പാട്ട്. അത് പക്ഷെ ഞാൻ അത് കമ്പോസ് ചെയ്തത് മേ ബി ഞാൻ കോഴിക്കോട് ജനിച്ച് വളർന്നത് കൊണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു ഹിന്ദുസ്ഥാനി പോലെ അങ്ങനത്തെ ഒരു ഫ്ലേവറിലാണ് അത് ചെയ്തത്. മഹർ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഞാനും സിത്താരയും കൂടിയാണ് പാടിയിരിക്കുന്നത്. അതല്ലാതെ കോഴിക്കോടിൻ്റെതായിട്ടൊരു പാട്ട് അങ്ങനെ എന്നെ കൊണ്ട് പാടിച്ചിട്ടില്ല ആരും. മേ ബി എനിക്ക് കോഴിക്കോട് ഭാഷയും കുറവായിരിക്കും സംസാരിക്കുമ്പോൾ. ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. പൊതുവെ കോഴിക്കോട് ഭാഷ അല്ലെങ്കിൽ ആ കൾച്ചറുള്ള പാട്ടുകളൊന്നും അങ്ങനെ എന്നെ കൊണ്ട് ഞാൻ പാടിയിട്ടില്ല അധികം. മ്യൂസിക്കലി 100%, 101% ഞാൻ കോഴിക്കോടുകാരൻ തന്നെയാണ്. യാതൊരു സംശയമില്ല. മഹർ തന്ന മയക്കിയെന്റെ മുത്തുമണിമാരൻ മാറിലേക്കൊരമ്പ് വിട്ടൻ മുത്തുമണിമാരൻ മഹർ തന്ന മയക്കിയെന്റെ മുത്തുമണിമാരൻ മാറിലേക്കൊരമ്പ് വിട്ടൻ മുത്തുമണിമാരൻ മൊഞ്ചു കൂടും മഞ്ചലൊന്നിൽ ചേർന്നിരുന്നില്ലേ നമ്മൾ താളമേളം നെഞ്ചകത്തിൽ കേട്ടുറങ്ങിയില്ലേ മൊഞ്ചു കൂടും മഞ്ചലൊന്നിൽ ചേർന്നിരുന്നില്ലേ നമ്മൾ താളമേളം നെഞ്ചകത്തിൽ കേട്ടുറങ്ങിയില്ലേ കേട്ടുറങ്ങിയില്ലേ മഹർ തന്ന മയക്കിയെന്റെ മുത്തുമണിമാരൻ മാറിലേക്കൊരമ്പ് വിട്ടൻ മുത്തുമണിമാരൻ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും നമുക്കൊരു എനർജിയാണ്. എപ്പോഴും ഏതൊരു സാഹചര്യത്തിലും നമ്മളൊരു ഒന്നുകിൽ തമ്പുരെടുത്ത് വെച്ച് എന്തെങ്കിലും പാടുക, അതൊരു ഭയങ്കര പോസിറ്റീവാണ്. ഇല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുക. അപ്പോൾ നമുക്ക് ബോറടി എന്ന പരിപാടി ഇല്ല ലൈഫിൽ. അങ്ങനത്തെ ഒരു ബോറടിക്ക് സ്ഥാനമേ ഇല്ല നമ്മുടെ ലൈഫിൽ. ഒന്നുകിൽ പാട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ പ്രാക്ടീസ്, ഇങ്ങനെയുള്ളൊരു നമ്മൾ അതിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ട് ചിലപ്പോൾ ഒരു സിനിമയൊക്കെ കാണണം തോന്നിയാലും ഒരു 10 മിനിറ്റ് സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അയ്യോ എനിക്കിത് ചെയ്യാണ്ടല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും തിരിച്ചു വരും. ഇപ്പോഴും മനസ്സിലിങ്ങനെ നിൽക്കും ഇങ്ങനെ അയ്യോ. അപ്പം അങ്ങനെ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാ, നീ ഇങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞ് വിളിക്കും നമ്മളെ. എന്നിട്ട് വിളിച്ച് കൊണ്ടുപോകുന്ന വെറുതെ അല്ല, നമുക്കിങ്ങനെ ഹാപ്പിനെസ് തരാനാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കുകയാണ് സന്തോഷമായിട്ട്. മ്യൂസിക് ഉള്ളിടത്തോളം കാലം നമ്മളങ്ങനെ കേൾക്കാൻ കഴിഞ്ഞാലും മതി, അങ്ങനെ ആയാലും മതി. അപ്പോൾ അത് എപ്പോഴും ഒരു വൈബ് തന്നെയാണ്, അടിപൊളി വൈബാണ്. തന്റെ സംഗീതയാത്രാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ചത് ചലച്ചിത്ര പിന്നണി ഗായകൻ കെ നിഷാദ്. നിർവഹണ സഹകരണം ചന്ദന എസ് ആനന്ദ്. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.